ഹായ്, ഈ പത്തിരി കുഴക്കുമ്പോൾ കുഴച്ചുകൊണ്ടിരിക്കുന്നത് ബീഫാണ്. ഗീ റൈസിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും എല്ലാ ബ്രെഡ്സിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനായിട്ട് പോകും. ഞാൻ മോസ്റ്റ് ഓഫ് ദി ടൈം ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. സോ യു ഷുഡ് ഓൾസോ ട്രൈ ഇറ്റ് വൺസ്. എന്തായാലും ഇഷ്ടപ്പെടും. ഈ ഉലുവ ഇടുന്നതൊന്നും സ്കിപ്പ് ചെയ്യരുത്. അത് ഒരു ഹെൽത്തി ആഡ് ഓൺ ആണ്. പ്ലസ് അത് മീറ്റ് ഒന്നും കൂടെ ടെൻഡർ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എങ്ങനെ നോക്കി നോക്കാം. വെരി സിമ്പിൾ ആണ്. കുറേ വാട്ടാനും പൊരിക്കാനൊന്നും ഇല്ല. ജസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ എടുത്തിട്ട് ഒരു പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ 2 kg ബീഫ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിന് കണക്കാക്കിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവുകളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി എന്താ, കുക്കർ ഒരു 5-6 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരു 80% പരിപാടി കഴിഞ്ഞു. പിന്നെ വെളിച്ചെണ്ണയിൽ കുറച്ച് തേങ്ങാക്കൊത്ത്, കറിവേപ്പില, ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ കുക്കറിലുള്ള ബീഫ് അതിലേക്ക് ഇടുക. ആ സ്റ്റോക്കൊക്കെ ഡ്രൈ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അതും കൂടി കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്, കഴിഞ്ഞു. നിങ്ങളിത് ട്രൈ ആക്കുന്നതിന്റെ മുന്നേ ഞാൻ 1-2 ഡിസ്ക്ലൈമർ പറയാം. ഒന്ന്, വെളിച്ചെണ്ണയിൽ മാത്രം ഈ റെസിപ്പി ട്രൈ ആക്കുക. പിന്നെ നമ്മൾ സ്പൈസ് ടോളറൻസ് വളരെ കുറവായതുകൊണ്ട് വളരെ മിനിമം സ്പൈസിയിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി വേണമെങ്കിൽ കൂടുതൽ പെപ്പർ പൗഡറും ചില്ലി ഫ്ലേക്സ് ഒക്കെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു. ബൈ.